ഹലോ ഫ്രണ്ട്സ്, ദുബായ് മല്ലുവിൻ്റെ മറ്റൊരു എക്സൈറ്റിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തായ്ലൻഡിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ അടിപൊളി വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളോടുകൂടി ആയിരിക്കുന്നത്. ട്രെയിൻ മാർക്കറ്റിൽ വന്ന് കാഴ്ചകൾ കണ്ട് വന്ന ട്രെയിനിന് യാത്ര അയച്ചതിന് ശേഷം ഒരു ന്യൂജൻ ബേക്കറിയിൽ ജ്യൂസ് കുടിക്കാൻ കയറി. അങ്കമാലിയിലെ നവ്യ ബേക്കറിയെ ഓർമ്മിപ്പിക്കും വിധം അടിപൊളി ജ്യൂസാണ് അവർ ഞങ്ങൾക്ക് തന്നത്. ഒറ്റ ഇരിപ്പിന് ഓരോ ജ്യൂസ് വീതം അകത്താക്കി. ഉടനെ ഗൈഡ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി. പോകുന്ന വഴിയിൽ ഞങ്ങൾ കേരളത്തിലാണോ എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള സ്ഥലങ്ങൾ, എങ്ങും തെങ്ങിൻ തോപ്പുകളും വാഴകൃഷിയും. ആ നൊസ്റ്റാൾജിയ തുളുമ്പുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ഒടുവിൽ മല്ലു ഫാമിലി ഇതാ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വളരെ മനോഹരമാണ് ഇതിൻ്റെ എൻട്രൻസ്. അവിടെ ബോട്ടിലിരിക്കുന്ന ചേച്ചിയെ പോലെ ഇരിക്കാൻ സുമിക്ക് ഒത്തിരി ആഗ്രഹം. മല്ലു ഫാമിലിയുടെ പെർഫോമൻസ് വളരെ അടിപൊളിയായിട്ടുണ്ട്. കൂടാതെ ബോട്ട് തുഴയാനുള്ള പരിശീലനവും നേടിക്കഴിഞ്ഞു. പരിശീലന തുഴയൽ കഴിഞ്ഞ ഉടനെ അവർ ഞങ്ങളെ ബോട്ടിൽ വിളിച്ചു കയറ്റി. മല്ലു ഫാമിലിക്ക് മാത്രമായി ഒരു ബോട്ട്. അടിപൊളി. ഇത് ഞങ്ങൾ പൊളിച്ചടക്കും. സുമിയുടെ പരിശീലന തുഴയൽ കണ്ട് കപ്പിത്താൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ബോട്ട് തുഴയാൻ കൊടുത്തെങ്കിലും ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് മല്ലു ഫാമിലി ആ വെല്ലുവിളി ഏറ്റെടുത്തില്ല. ബോട്ടിലെ കപ്പിത്താൻ തുഴ കയ്യിലെടുത്ത് യാത്ര തുടങ്ങി. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തടാകം നിറയെ ബോട്ടുകൾ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ എന്തു സംഭവിക്കാം. ഞങ്ങളുടെ കപ്പിത്താനെ ഒന്ന് പരിചയപ്പെടുത്താം. കാഴ്ചയിൽ നിസ്സാരനായി തോന്നുമെങ്കിലും ഏകദേശം 30,000 മണിക്കൂർ ബോട്ട് തുഴഞ്ഞുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ബോട്ടിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഏകദേശം 50,000 മണിക്കൂർ എക്സ്പീരിയൻസ് ഉള്ള മറ്റൊരു കപ്പിത്താനെ കൂടി ഞങ്ങൾ പരിചയപ്പെട്ടത്. കൈകൊണ്ട് തുഴയുന്നത് മുതൽ വലിയ എഞ്ചിനുകൾ പിടിപ്പിച്ച വലിയ സ്പീഡ് ബോട്ടുകൾ വരെ ഈ ചെറിയ ജലപാതയിൽ കാണാം. ഇരുവശത്തും ഒത്തിരി ഷോപ്പുകളുണ്ട് കേട്ടോ. പോകുന്ന വഴിയിൽ ബോട്ട് യാത്രയുടെ
വില വിവര പട്ടികകൾ എഴുതി വച്ചിട്ടുണ്ട്. ഒരു ബോട്ടിന് അരമണിക്കൂർ സഞ്ചരിക്കുന്നതിന് വേണ്ടി 1000 തായ് ബാറ്റാണ് റെൻറ്റ്. ശീതളപാനീയങ്ങൾ, ഐസ്ക്രീം, ഫ്രൂട്ട്സ് എന്നിവയെല്ലാം പോകുന്ന വഴിയിൽ നമുക്ക് വാങ്ങാം. ബോട്ട് നിർത്തിച്ച് ഉപ്പും മുളകും ചേർത്ത് കഴിക്കാൻ പറ്റുന്ന സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ള മാങ്ങ മല്ലു ഫാമിലി വാങ്ങി. പറയാതെ വയ്യ, മാങ്ങ അടിപൊളിയാണ് കേട്ടോ. മല്ലു ഫാമിലിയുടെ മാങ്ങ കഴിച്ചുകൊണ്ടുള്ള യാത്രയും വളരെ അടിപൊളിയാണ് കേട്ടോ. വേമ്പനാട്ട് കായലിലെ വള്ളംകളിയെ ഓർമ്മിപ്പിക്കും വിധം ചില ചേട്ടന്മാർ ബോട്ട് പറപ്പിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഞങ്ങളുടെ കപ്പിത്താനും കൂടെ പറപ്പിക്കാൻ ഒരാഗ്രഹം. അത് ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തി. തെളിഞ്ഞു കിടക്കുന്ന കണ്ണീര് പോലത്തെ ആ വെള്ളം കണ്ടപ്പോൾ ഒരു നിമിഷം അതിൽ വീണാലുള്ള അവസ്ഥ ഞങ്ങൾ ഓർത്തുപോയി. ടൂറിസ്റ്റുകൾ ബോട്ട് കരക്കടിപ്പിച്ച് ഒത്തിരി സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. വീണ്ടും തിരക്കേറിയ ജലപാതയിൽ ഞങ്ങളെത്തി. യാത്ര അടിപൊളിയാണ് കേട്ടോ. ഏകദേശം അരമണിക്കൂർ നീണ്ട ഈ അടിപൊളി യാത്രയ്ക്ക് ശേഷം ഞങ്ങളെ കപ്പിത്താൻ കരക്കടിപ്പിച്ചു. കപ്പിത്താന് ഒരു കപ്പൻ കപ്പ് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്ത യാത്രയ്ക്കായി അദ്ദേഹത്തെ പറഞ്ഞയച്ചു. മല്ലു ഫാമിലി ബോട്ട് യാത്ര കഴിഞ്ഞ് നേരെ പോയത് തായ് ഫുഡ് കഴിക്കാനാണ്. തായ് ഫുഡും കഴിച്ച് ഐസ്ക്രീമും എല്ലാം അടിച്ചു കയറ്റി മാർക്കറ്റിലെ കാഴ്ച കാണാനായിട്ട് വീണ്ടും ഇറങ്ങി. അതാ പെട്ടെന്ന് ഒരു വിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പെരുമ്പാമ്പുമായി ഒരു തായ് ചേട്ടൻ. പെരുമ്പാമ്പിനെ കയ്യിലെടുക്കാനുള്ള ഒരു അപൂർവ അവസരം ഒരുക്കി തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. പാമ്പ് പ്രേമികൾ വന്ന് പാമ്പുമായുള്ള ഫോട്ടോകൾ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും പോയി ചില കരവിരുത് സാധനങ്ങൾ വാങ്ങാനായി അടുത്ത പ്ലാൻ. വില കെട്ടപ്പോഴുള്ള സുമിയുടെ ആ ഞെട്ടൽ എന്നിലും ഒരു ഞെട്ടലുളവാക്കി. ഞെട്ടുന്ന വില കേട്ടൊന്നും തളരുന്ന ആളല്ല മല്ലു ഫാമിലി. ഉടൻ തന്നെ അടുത്ത കടയിലേക്ക് പോയി. എന്തെങ്കിലും എടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. 150 തായ് ബാറ്റും എടുത്ത് ഒരു ബ്രേസ്ലെറ്റ് അങ്ങ് വാങ്ങി. കുട്ടികൾക്ക് വേണ്ടി ആനയെയും തവളയെയും എല്ലാം വാങ്ങി ഞങ്ങൾ തിരികെയുള്ള യാത്രയ്ക്കായി പാർക്കിങ്ങിലേക്ക് നടന്നു. അപ്പോഴേക്കും ജലപാത തിരക്കൊഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കപ്പിത്താന്മാരും മറ്റു സ്റ്റാഫും ഉച്ചഭക്ഷണത്തിന് ശേഷം വിശ്രമത്തിലാണ്. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ MBK ഷോപ്പിംഗ് മോളിലേക്ക് യാത്ര തിരിച്ചു. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ. കൂടുതൽ വീഡിയോകളുമായി ഉടൻ തന്നെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്.